പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. 100% ഉറപ്പ്. അതുപോലെ തന്നെ സിബിൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുന്നു. എന്തിനു വേണ്ടി? ഇന്നലെ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത്? ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സ്പോൺസേർഡ് ഫിസിക്കൽ ടാസ്കിൽ പരിക്കേറ്റുകൊണ്ട് പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. 100% ഉറപ്പായ വാർത്ത തന്നെയാണ്. പൂജ കൃഷ്ണക്ക് ഏറ്റത് വളരെ വലിയൊരു ഇഞ്ചുറി തന്നെയാണ്. ഡോക്ടേഴ്സ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വന്നാണ് നമ്മുടെ പൂജ കൃഷ്ണയെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു റെസ്റ്റാണ് പൂജ കൃഷ്ണക്ക് അനുവദിച്ചിരിക്കുന്നത്. 24 അവേഴ്സിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും. എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഏറ്റ് പുറത്തു പോയതിനു ശേഷം പൂജ കൃഷ്ണക്ക് ഒരിക്കലും 24 മണിക്കൂറിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ സാധിക്കില്ല. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിശ്രമമാണ് പൂജ കൃഷ്ണയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ടാസ്കിൽ ഇഞ്ചുറി ഏറ്റുകൊണ്ട് 100% പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. ചെറിയൊരു കാലാവധി കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് സാധിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് പൂജ കൃഷ്ണ. എന്തൊക്കെയായാലും നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. 24 അവേഴ്സിനുള്ളിൽ ഒരിക്കലും പൂജ ബിഗ് ബോസ് ഹൗസിലേക്ക് വരില്ല. 3 ആഴ്ച വിശ്രമം വേണം. തീർച്ചയായിട്ടും 100% പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതിനുശേഷം സിബിൻ്റെ കാര്യം, സിബിൻ ക്വിറ്റ് ചെയ്തു പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ ഇന്നലെ രാത്രിയിൽ നടന്ന ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നമ്മുടെ സിബിൻ്റെ സകലമാന ഗെയിമുകളും എക്സ്പോസ് ചെയ്തു. അതുപോലെ തന്നെ സിബിനെ വഴിയാധാരമാക്കി കളഞ്ഞു. നമുക്കറിയാം, പവർ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിന് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും ഒരു സ്ഥലവും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ സിബിൻ ഓരോ സോഫയിൽ ഇങ്ങനെ മാറി മാറി പോയിരിക്കും. കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് നേരം എണീറ്റിരിക്കും. മറ്റുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും വന്ന് സിബിനെ സമാധാനിപ്പിക്കും. സിബിൻ്റെ മനസ്സാകെ മടുത്തൊരവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥയിൽ തന്നെ വന്ന് കാണുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് സിബിൻ പറയുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണം, എനിക്കിനി ഇവിടെ ഗെയിം കളിക്കാനായിട്ട് താല്പര്യമില്ല, എൻ്റെ മനസ്സാകെ മടുത്തൊരവസ്ഥയിലാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. ഒരുപാട് കണ്ടസ്റ്റൻസിനോട് നമ്മുടെ സിബിൻ ഇന്നലെ രാത്രി ഇത് പറയുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം അസ്വസ്ഥനാണ് സിബിൻ. കാരണം ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഒരു റൂമില്ല, ഒരു കട്ടിലില്ല, ഓരോ സോഫയിലും മാറി മാറിയിരിക്കുകയാണ്. ഇത്രയും നാൾ നല്ല നല്ല കോണ്ടൻറ്റുകൾ കൊടുത്ത സിബിൻ്റെ എല്ലാ കോണ്ടൻറ്റുകളും അതുപോലെ തന്നെ എല്ലാ ഗെയിമും എക്സ്പോസ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സിബിൻ ആകെ പിടിച്ചൊരവസ്ഥയിലാണ്. ഇനി എന്തൊക്കെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം.